എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് ചമ്മന്തി അരയ്ക്കുന്ന ഐറ്റം വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്ന വരും. ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഒരു 4 വറ്റൽമുളക് 6 വരെ എടുക്കുക കേട്ടോ. കറിവേപ്പില നന്നായി വറുത്തെടുക്കുക. വറുത്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും വഴറ്റുക. അതിലേക്കൊരു 10 ചെറുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി. നിങ്ങൾക്കിത് ചെറുള്ളി മാത്രമാണെങ്കിൽ ഒരു 20 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ സവാള എടുക്കുക കേട്ടോ. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റുക കേട്ടോ. വഴണ്ട് വരുമ്പോഴേക്കും മസാലപ്പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി. അതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം. അത് ആ പൊടിയിട്ട് നന്നായി ചുമന്ന് നല്ല സ്മെല്ല് വരും. ഉള്ളി മൂത്ത് ഈ പൊടിയൊക്കെ മൂത്ത് വരുന്നൊരു മണം വരും. മൂക്കിലേക്ക് ഇങ്ങനെ തുടങ്ങി വരും. തീ കുറച്ച് വയ്ക്കണം കേട്ടോ. അത് വരുമ്പോൾ വരെ വറക്കാം. ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇത് തക്കാളിയും ഉള്ളിയും ഇതെല്ലാം കൂടി നന്നായി വഴണ്ടി വരുന്നവരെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പൊടിയെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇനി ആ പൊടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ, അതെല്ലാം പൊടിച്ചെടുത്തിട്ട് ആ പൊടി ചേർത്തിട്ട് പുളിവെള്ളം കലക്കി വയ്ക്കണം. തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിൽ പകുതി നമ്മൾ പേസ്റ്റ് ആക്കണം കേട്ടോ. അതോടൊപ്പം എന്താ പൗഡർ റെഡി ആയിട്ടുണ്ട്. അത് ആ പുളിവെള്ളത്തിലേക്ക് ഇടാം. കുറച്ച് വെള്ളം കൂടുതൽ കലക്കണം കേട്ടോ. ഇത് നമ്മൾ ഒഴിച്ച് കുറുകി വരുമ്പോൾ ഇത് കട്ടിയാകും. അതുകൊണ്ടാണ്. പിന്നെ ഒരു താളിപ്പ് റെഡിയാക്കാം. ഉഴുന്നും പരിപ്പും കടുക്, വറ്റൽമുളക്, കറിവേപ്പില, സാധാരണ നമ്മൾ ചട്നിക്കൊക്കെ താളിക്കില്ലേ, അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച സവാളയും തക്കാളിയും പകുതി ചേർക്കാം. അത് നന്നായി ഒന്ന് മൂത്ത് വരുന്നവർ കളറൊന്ന് ചേഞ്ച് ആകണം. കരിയരുത് കേട്ടോ. തീ കുറച്ച് വെക്കണം. അതിലേക്ക് നമ്മൾ പുളിവെള്ളം കലക്കി വെച്ചില്ലേ, ആ പൗഡറുമായിട്ട് അത് ചേർക്കാം കേട്ടോ. അത് ചേർത്ത് പതുക്കെ ഇളക്കി പിന്നെ ആ ബാക്കി വെച്ചിരിക്കുന്ന ആ സവാളയും തക്കാളിയും കൂടി നമ്മൾ പേസ്റ്റാക്കി ചേർക്കണം കേട്ടോ. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. കായപ്പൊടിയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഈ പൊടി നമുക്ക് ഉണ്ടാക്കി വെക്കാം വീട്ടിൽ. കുരുമുളകും വേണമെങ്കിൽ 2 ചേർക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാത്ത കറികളിലൊക്കെ ഒരു സ്പൂൺ ചേർത്താൽ നല്ല തിക്നെസ് കിട്ടും. കടലക്കറിയിൽ വരെ ഞാൻ ചേർക്കാറുണ്ട്. ജീരകമൊന്നും ചേർക്കണ്ട. അപ്പോൾ നമുക്ക് എല്ലാ കറികളിലും ചേർക്കാം കേട്ടോ. അങ്ങനെ റെഡിയാക്കി വയ്ക്കാം. ജോലിത്തിരക്കുള്ളവർക്ക് അതൊരു ഹെൽപ്പാവും. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഇനി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, കഴിക്കുക. എന്നിട്ട്